സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് കേട്ടോ. സ്ത്രീകളെ ഭരണമേൽപ്പിച്ചാൽ പിന്നെ എങ്ങനെ പ്രസവിക്കും? ജനസംഖ്യ കുറയും. തെങ്ങിൽ കയറാൻ കഴിയുന്ന സ്ത്രീകളുണ്ടാകാം. പൊതുനയങ്ങൾ അപൂർവ വ്യക്തികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല. അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വാക്കുകളാണിത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ ഒരു വാക്ക് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നത്. പലപ്പോഴും നമ്മുടെ ഈ ഒരു സമൂഹത്തില്, ഈ കേരളീയ സമൂഹത്തില് ചില ഇസ്ലാം മത വിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാം മത നേതാക്കന്മാരുടെ വാക്കുകളൊക്കെ പലപ്പോഴും വലിയ ചർച്ചകളൊക്കെ ഇടാവാറുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇത്തരം ആളുകളെ ചില വാക്കുകളൊക്കെ ഈ മാപ്പിളാര് അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇമാതിരി നെറുകെട്ട ആൾക്കാരാണോ, അല്ലെങ്കിൽ ഇത്രയും വിവരം കെട്ട ആൾക്കാരാണോ എന്ന തോന്നലേക്കെല്ലാം ഇത്തരം ആളുകൾ വർത്തമാനങ്ങൾക്ക് എത്തിക്കാറുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ, ഈ ഒരു വരി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങളെന്നെ ആദ്യം ആലോചിക്കേണ്ടതാണ്. സ്ത്രീകളെ ഭരണമേൽപ്പിച്ചാൽ പിന്നെ എങ്ങനെ പ്രസവിക്കും? 2 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തില് സ്ത്രീക്ക് ഒരു തരത്തിലും ഒരു മേൽഗതി ഉണ്ടാവരുത്. അവര് ഭരണതന്ത്ര ഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഭരണ യന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഒരു ഭാഗത്തേക്കും ഒരു ജോലി സ്ഥലത്തേക്കും സ്ത്രീകൾ എത്തരുത്. അതായത് സ്ത്രീകളെ എങ്ങനെയാണ് നിങ്ങൾ ഭരണം ഏൽപ്പിക്കുക? അതായത് ഭരണമല്ല അവരെ തൊഴിൽ എന്ന് പറയുന്നത് പ്രസവിക്കലാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ്. അവർക്ക് അങ്ങനെ കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ വർഷം കൂടുന്തോറും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്രസവിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത്. അല്ലാതെ അവരെ ഭരണകാര്യങ്ങളിലേക്ക് എത്തിക്കരുത്. പഞ്ചായത്ത് സെക്രട്ടറി ആക്കരുത്, അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് മെമ്പറായിട്ട് അവര് മത്സരിക്കരുത്, പഠിച്ച് ഡോക്ടർ ആവരുത്, അല്ലെങ്കിൽ പഠിച്ച് എഞ്ചിനീയറോ അല്ലെങ്കിൽ അധ്യാപകരോ അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ ഇവർ എത്തരുത്. എന്തിനേറെ ഇവർ നമ്മളെ ഭരിക്കുന്ന മന്ത്രിസ്ഥാനത്തേക്കോ MLA സ്ഥാനത്തേക്കോ MP സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മെമ്പർമാര്, ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന ആ ഒരു മെമ്പർ സ്ഥാനത്തേക്കോ സ്ത്രീകൾ എത്തരുത്. കാരണം അവരെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ പ്രസവിക്കാൻ എവിടെ സമയം ഉണ്ടാവുക? ഈ അസ്ഹരി പറയുന്ന പോലെ നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീക്ക് ഇങ്ങനെ പ്രസവിക്കണ്ടേ, ഇടക്കിടക്കിടക്ക് ഇങ്ങനെ പ്രസവിച്ചു കൂട്ടണ്ടേ? അപ്പൊ പ്രസവിക്കാൻ ഇവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഇവർക്ക് ഭരിക്കാൻ മാത്രമായിരിക്കും സമയം. അപ്പൊ ഭരിക്കാൻ ഇവർക്ക് ഇട നൽകരുത്. ഇതാണ് ഇദ്ദേഹം പറയുന്ന ഒരു ആകെത്തുക എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും തോന്നിപ്പോകുന്നതും മനസ്സിലായതും മനസ്സിലാക്കേണ്ടതും അത് മാത്രമാണ്. അതായത് ഈ അസ്ഹരിയുടെ ഒക്കെ ഒരു തീരുമാനത്തില്, ഇത്തരം മത നേതാക്കന്മാരുടെ തീരുമാനത്തില് ഈ ആണുങ്ങളെ ഭരിക്കാൻ വേണ്ടി സ്ത്രീകൾ ഒരിക്കലും ഉണ്ടാവരുത്. അതായത് നമ്മുടെ കേരളത്തില് ഈ ഒരു സ്ത്രീകളായിട്ടുള്ള മന്ത്രിമാരും MLA മാരും MP മാരൊക്കെ ഉണ്ട്. അത്തരമൊരു രംഗത്തേക്ക് ഇവരെത്തരുത്. അവരൊക്കെ ആണുങ്ങളെ ഭരിക്കുക, ആണുങ്ങളെ കാര്യങ്ങളൊക്കെ അവര് തീരുമാനമെടുക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരു തരത്തിൽ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇവരൊക്കെ ചിന്താഗതിയുടെ ഉള്ളിൽ അവിടെ കിടക്കുന്നത് ഒരു ആൺകോമയാണ്. ഈ ലോകം ഭരിക്കേണ്ടത് ആണാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ആണാണ്, കുടുംബത്തിന്റെ എല്ലാ ചുമതലയും നിർവഹിക്കേണ്ടത് ആണ് മാത്രമാണ് എന്ന ആ ഒരു മണ്ടൻ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇപ്പോഴും അവര് ഒരു തരത്തിലും കരകയറിയിട്ടില്ല. അത് മാത്രമാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് വേറൊരു ജീവിതമില്ല. സ്ത്രീകളെല്ലായ്പ്പോഴും വീട്ടിലേക്ക് വൈകുന്നേരം എത്തുമ്പോൾ നമ്മുടെ പാട്ടിലൊക്കെ കേൾക്കുമ്പോൾ വാതിൽ തുറന്നു തരാനും, നമ്മളവിടെ വന്നിരിക്കുമ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി തരാനും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് സെക്സിന് അടിമപ്പെട്ടു തരാനും, അതിന്റെ ഭാഗമായിട്ട് അവർ ഗർഭം ധരിക്കുകയാണെങ്കിൽ അതൊക്കെ ദൈവത്തിന്റെ എന്തൊക്കെ അനുഗ്രഹമാണ്, ഇടക്കിടക്ക് ഇങ്ങനെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ് എന്ന രീതിയിൽ മാത്രമാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഈ വാക്ക് കേട്ട് കഴിയുമ്പോൾ എന്തായിരിക്കും മറ്റു വിഭാഗങ്ങൾ ഇവർ ചിന്തിക്കുക? സ്വാഭാവികമായിട്ടും ഇവിടെ ക്രിസ്ത്യൻ വിഭാഗമുണ്ട്, ഇവിടെ ഹിന്ദു വിഭാഗമുണ്ട്. ഹിന്ദു വിഭാഗത്തിൽ സ്വാഭാവികമായിട്ടും ഇമ്മാതിരി വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അതായത് എന്തിനാണ് സ്ത്രീകൾ ഇങ്ങനെ ഭരിക്കാൻ നൽകുന്നത്, അല്ലെങ്കിൽ ഭരിക്കാൻ ഇറങ്ങുന്നത്, ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ആളുകളെ ഭരണയന്ത്രത്തിലേക്ക് ഇവരൊക്കെ എത്തുന്നത് എന്തിനാണ് എന്നിങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുന്ന മത നേതാക്കന്മാര് ഹിന്ദുക്കളുടെ ഇടയിൽ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും നമ്മുടെ ഹിന്ദുക്കൾ എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു വിഭാഗത്തിലെ ആളുകൾ. കാരണം സെമറ്റിക് മതരീതി ഒട്ടുമയിൽ ശീലമില്ലാത്ത, സെമറ്റിക് മതരീതി ഫോളോ ചെയ്തിട്ടില്ലാത്ത ഇത്തരം ആളുകൾക്ക് ഈ മത നേതാക്കന്മാരുടെ ഈ ഫത്തവകളൊക്കെ വരുന്ന സമയത്ത് അത്തരം ഫത്തവകൾ ഇറക്കുകയാണെങ്കിൽ അവന്റെ വീട്ടിൽ പോയിട്ട് ഈ എൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് കൃത്യമായിട്ട് പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഇസ്ലാമിൽ ഇത്തരം മത നേതാക്കന്മാർ എന്തിനൊക്കെ പറയുമ്പോൾ അത് അയ്യോ
പടച്ചവനെ, ഏതൊരു വലിയ നല്ല വാക്കുകളാണല്ലോ പുറത്തു വരുന്നത്, അതായത് അതേപോലെ തന്നെ തൊണ്ട തൊടാതെ അങ്ങോട്ട് വിഴുങ്ങിക്കോളാം എന്ന് തീരുമാനിക്കുന്ന ആളുകൾ അതിലേറെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് തന്നെയാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. അവൻ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സംഘികളെക്കാൾ മുസ്ലിം സമുദായം അകറ്റി നിർത്തേണ്ടത് ഈ ഗോത്രയുഗ പുത്രനെയാണ്. അവന് വിളിച്ചത് ഈ ഒരു മനുഷ്യനെ ഗോത്രയുഗ പുരുഷൻ എന്നാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ യോജിച്ച മനുഷ്യനല്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ എങ്ങോ ജനിച്ച് അപ്പൊ തന്നെ ഇല്ലാണ്ടായി പോകേണ്ട ഒരു മനുഷ്യനാണ്. ഇത്തരം ആളുകളൊക്കെയാണ് ആദ്യം ഈ ഇസ്ലാം സമുദായം മാറ്റി നിർത്തേണ്ടത്, അല്ലാതെ സംഘികളെയല്ല എന്നടക്കം എഴുതാനുള്ള താക്കത്ത് ഇപ്പോൾ നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വന്നു തുടങ്ങുമ്പോൾ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ മാറ്റം അവിടെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുക, ജി മാപ്പിളല്ലോ, ജന്റെ കാര്യം നോക്കിയാൽ മതി, ഇഞ്ചി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. എൻ്റെ ഒരു പ്രിയ സുഹൃത്തു ഷുക്കൂർ എന്ന് പറയുന്ന പ്രിയ സുഹൃത്തു പോലും ഇങ്ങനത്തെ ചില ഒരു ചർച്ച നടക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞായിരുന്നു. ഈ മതമില്ലാത്ത ആളുകള് അല്ലെങ്കിൽ ഒരു മതത്തിൽ പെടാത്ത ആളുകള് ആ മതത്തിലെ കാര്യം മാത്രം നോക്കിയാൽ മതി, മറ്റു മതസ്ഥന്റെ കാര്യം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമല്ല സുഹൃത്തുക്കളെ മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഓരോ മതത്തിൽ പെടാത്ത ആളുകളും ഒരുപക്ഷെ ആ മതത്തില് വേറൊരു മതത്തിലെ കുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ജനാധിപത്യ ഈ ലോകത്തിന് യോജിക്കുന്നതല്ല, ഒരു മോഡേൺ യുഗത്തിന് യോജിക്കുന്നതല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കാറുണ്ട്. ആ വിമർശനത്തെ അത് വിമർശനമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ മനസ്സിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. ഒരാൾ പറയുന്ന വാക്കിന് വാക്കായിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ച് മറുപടി പറയാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു വിമർശനത്തിനെ നിങ്ങൾക്ക് സഹിഷ്ണുതയോടെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് തോന്നിപ്പോയിട്ടുള്ളത്. എന്തായാലും ഇതൊരു മൊടന്തൻ അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ എന്നോ കുഴിച്ചു മൂടേണ്ട ആശയങ്ങളാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. സ്ത്രീകളെ നിങ്ങൾ പഠിക്കണം, പുറത്തേക്ക് ഇറങ്ങണം, ലോകം കാണണം, ഭരിക്കണം, ഭരണയന്ത്രത്തിൽ കയറിയിരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹങ്ങൾ കേട്ടോ. ഞാനതിൽ അസ്ഹരിയെ പോലെയല്ല. ബൈ.